ലോക ചരിത്രത്തിൽ കേട്ടുകേഴ്വി ഇല്ലാത്ത ഒരു മരണമായിരുന്നു ശ്രീ യേശു ക്രിസ്തുവിൻ്റേത്. 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും തെളിയിക്കപ്പെടുവാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നിട്ടും ജനത്തിൻ്റെ ആക്രോശത്തിൻ പ്രകാരം പീലാത്തോസ് യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ട് ശ്രീ യേശുവിന് ഇങ്ങനെ സംഭവിച്ചു? ഈ ക്രൂശ് മരണത്തിന്റെ പ്രത്യേകത എന്താണ്? എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വചനത്തിൽ ഇപ്രകാരം കാണുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. യേശുക്രിസ്തുവിന്റെ മരണത്താൽ നിത്യമരണത്തിന്റെ ഭീതി നമ്മിൽ നിന്ന് മാറിക്കിട്ടി. മരിക്കുവാൻ വേണ്ടി മാത്രം ജനിച്ച ആരെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ നോക്കിക്കേ, ശ്രീ യേശുക്രിസ്തു പാപികളായ നമ്മെ രക്ഷിക്കുവാൻ അവിടുന്ന് ജഡാവതാരം എടുത്തു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. എബ്രഹാം ലിങ്കൺ അമേരിക്കൻ ഐക്യനാടുകളിൽ അടിമക്കച്ചവടം നിയമം കൊണ്ട് നിർത്തലാക്കിയതുപോലെ യേശുക്രിസ്തു തൻ്റെ മരണം കൊണ്ട് മാനവരാശിയുടെ മരണത്തെ നിർത്തലാക്കി. ഈ ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാൻ താൻ തന്നെ എല്ലാവർക്കും വേണ്ടി മറുവിലയായി സമർപ്പിച്ചു. ഇത് മാത്രമോ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുപ്പാൻ അവൻ ശാപമായി തീർന്നു. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിനും നമ്മെ ദൈവത്തോട് അടുപ്പിച്ച് നമുക്ക് പുത്രത്വം നൽകി തരുവാൻ താൻ ക്രൂശ് മരണം അനുഭവിച്ചു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് യേശുവിന്റെ ക്രൂശ് മരണം ധ്യാനിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമാണിത്. ഈ മരണം ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല. ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരവും ദൈവത്തിൻ്റെ ആലോചന പ്രകാരവും നമ്മോടുള്ള അവൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ താൻ ക്രൂശിതനായി. ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ ഈ സത്യം മനസ്സിലാക്കാതെ പോകരുതേ.